രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്പ നിമിഷങ്ങൾക്കകം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ആ തീരുമാനമുണ്ടാകും. 1 മണിക്കുള്ളിൽ തന്നെ തീരുമാനം പ്രതീക്ഷിക്കുന്നു. കോടതി ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. നീണ്ട മണിക്കൂറുകളുടെ വാദത്തിന് ശേഷമാണ് അറസ്റ്റ് പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അറസ്റ്റ് അനുവദിക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ അതിനെ തള്ളുകയാണ്. അക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനം പറയും. മുൻകൂർ ജാമ്യം അനുവദിക്കണമോ എന്ന വിഷയത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമോ എന്ന വ്യക്തതയില്ല. ഒരുപക്ഷെ നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട വാദമാണ്. ഇന്നും തുടർന്നു. പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയുണ്ടായി. അതിനിടയിലാണ് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം വരുന്നത് വരെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം കോടതിയിൽ വാദം ഉന്നയിക്കുന്നത്. അത് കോടതി പരിഗണിക്കുകയാണ്. എന്തായാലും സമയം ഇപ്പോൾ 12:19. കുറച്ച് മിനിറ്റുകൾക്കകം അനന്തൻ കോടതി ഇനി വീണ്ടും ചേരുമ്പോൾ ആദ്യ തീരുമാനം ഈ കാര്യത്തിലായിരിക്കുമോ? ഇപ്പം കോടതി ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അറസ്റ്റ് വേണം, ഒരുപക്ഷെ പ്രോസിക്യൂഷനുമായിട്ടൊക്കെ ആലോചിച്ച ശേഷം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ. അതല്ലാതെ മറ്റൊരു കേസും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കോടതി ആരായുന്നുണ്ടാകാം. ഒരുപക്ഷെ ഈ അടച്ചിട്ട മുറിയിലായിരുന്നു വാദം നടന്നത്. അപ്പോൾ ഈ ഉത്തരവ് പറയാൻ ഇനി വേറെ ഏതെങ്കിലും ഡേറ്റ് നിശ്ചയിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ആ ഉത്തരവ് വൈകാൻ സാധ്യതയുള്ളത് കൊണ്ടാകാം കോടതിയിൽ പ്രതിഭാഗം നോ ടു അറസ്റ്റ് വേണം എന്ന് പറഞ്ഞത്. അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറയണം, അറസ്റ്റ് തടയണം എന്ന് കോടതിയിൽ ആവശ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാകാം പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും അതിന് വഴങ്ങാൻ തയ്യാറല്ല. പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുക തന്നെയാണ് ചെയ്തത്. ഇന്നലെയും എതിർക്കുകയാണ് ചെയ്തത്. അറസ്റ്റ് തടയാൻ പറയാൻ പറ്റത്തില്ല, പ്രതിഭാഗത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. അറസ്റ്റ് സ്വാഭാവികമാണ്. അത് ഓർഡർ പെൻഡിങ് ആയാലും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രോസിക്യൂഷൻ ഇന്നലെ പറഞ്ഞത്. അതും കാരണം ഇത്രയും വലിയ കേസുകളൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ പോലീസ് പിന്നാലെ ഓടുമ്പോൾ കിട്ടിയ വഴിക്ക് പോലീസ് പിടിക്കുക ചെയ്യും. അതിനകത്ത് പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തരവ് വൈകും എന്നുള്ള കാര്യമാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇനിയും വൈകും. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോ അതല്ലെങ്കിൽ നാളത്തേക്കോ ഉത്തരവ് വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലെ ഉത്തരവിന് മുൻപ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിലും പ്രസക്തിയില്ല, വാദങ്ങളിലും പ്രസക്തിയില്ല. അതിനുവേണ്ടിയിട്ടാണ് ഒരു അറസ്റ്റ് തടയൽ ഹർജി കൂടി പ്രതിഭാഗം സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണിപ്പോൾ 1 മണിക്ക് വിധി വരാൻ പോകുന്നത്, ഉത്തരവ് പറയാൻ പോകുന്നത്. അങ്ങനെ നോ ടു അറസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് സുഖം. രാഹുലിന് എവിടെ വേണമെങ്കിലും പൊങ്ങി വരാം. സ്വസ്ഥമായിട്ട് ശ്വാസം എന്താ പറയുന്നത്, ശുദ്ധവായു ശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കാം. കാരണം പക്ഷേ ഡെമോക്രാസിൻ്റെ വാള് പോലെ മറ്റൊരു കേസ് കൂടിയുണ്ട്. പക്ഷെ പെട്ടെന്ന് അതിലൊരു അറസ്റ്റ് ഭയക്കേണ്ട കാര്യമില്ല. കാരണം ആ കേസിൽ ഇതുവരെ ആ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ആ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ അറസ്റ്റിലേക്ക് പോകാൻ കഴിയൂ. ആ മൊഴി ഇപ്പോൾ FIR കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തണം. ആ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞതായിട്ടും അവരെ കോൺടാക്ട് ചെയ്തതായിട്ടും അവർ മൊഴി നൽകാൻ തയ്യാറായി എന്നുള്ള സൂചനകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്ഥിരീകരണമില്ല. പക്ഷേ അതിനുള്ള നീക്കങ്ങൾ അത് വേറൊരു SIT ആണ്. പ്രത്യേക സംഘം വേറൊരു കേസായിട്ട് തന്നെയാണ്, പ്രത്യേക സംഘമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവരുടെ യോഗമൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. IG സ്പർജൻ കുമാറാണ് അതിന്റെ മേൽനോട്ടം നിർവഹിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അറസ്റ്റ് തടയും അനന്തം പറഞ്ഞ പോലെ അറസ്റ്റ് തടഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായിരിക്കും. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അടുത്ത നടപടികൾ ഉണ്ടാകാം. എങ്കിലും കീഴടങ്ങാനുള്ളൊരു സാധ്യത പോലീസ് എന്തെങ്കിലും കരുതുന്നുണ്ടോ? കേരളത്തിലെത്തി കോടതിയിൽ കീഴടങ്ങി അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതൊക്കെ അയാളുടെ ഭാഗത്ത് നിന്ന് അയാളുടെ തീരുമാനമാണ്. കാരണം പ്രതിയുടെ തീരുമാനമാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ഒരു വാർത്ത നൽകിയിരുന്നു അഭിഭാഷക നിരീക്ഷണത്തിൽ എന്നുള്ളത്. അപ്പോൾ അഭിഭാഷകയുമായി കോൺടാക്ട് ചെയ്തു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഇനി കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈ മുൻകൂർ ജാമ്യം തടയുകയും പുതിയൊരു കേസ് വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇനി ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ വന്ന് പോലീസിന്റെ കയ്യിലേക്ക് തന്നെ പെടേണ്ടി വരും, അറസ്റ്റിന് വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. പക്ഷെ നേരിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലും കുറച്ചുകൂടി ഒരു നിയമ പരിരക്ഷ ലഭിക്കുന്നത് കോടതിയിൽ കീഴടങ്ങുന്നതിനാണ്. കോടതിയിൽ കീഴടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടെല്ലാം കോടതിയുടെ കൺട്രോളിൽ തന്നെയാകും മുന്നോട്ട് പോകുക. കാരണം കോടതിയാണ് പ്രതിയെ പോലീസിന് കൈമാറുന്നത്. പിന്നീട് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ വാങ്ങാനും ഒക്കെ പറ്റുകയുള്ളൂ. അതേസമയം നേരിട്ട് കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ അടക്കം നടക്കും.
അപ്പോൾ അത് കുറച്ച് രൂക്ഷമായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് എപ്പോഴും കോടതിയിൽ നിന്ന് ഒരു പരിരക്ഷ കിട്ടിക്കൊണ്ട് പോലീസിന്റെ അറസ്റ്റിന് വിധേയമാകുന്നതാണ് എന്നാണ് സാധാരണഗതിയിൽ പ്രതികൾ അവലംബിക്കുന്ന ഒരു രീതി. അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ ആ സാഹചര്യവും പരിശോധിക്കുന്നുണ്ടാകും. നേരത്തെ ഇതുപോലെ സംസ്ഥാനം വിട്ട പ്രതികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോടതിയിൽ കീഴടങ്ങിയ ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിലുമൊക്കെ കീഴടങ്ങിയ ചരിത്രമുണ്ട്. ഇവിടെ തന്നെ കുറച്ച് മുമ്പുള്ള ഒരു കേസിൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയും പോലീസോടൊന്ന് ബലം പ്രയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ നടത്തുന്ന ശ്രമമൊക്കെ അല്ലേ? അതെ, അത് നമ്മുടെ കോടതിയിൽ അത് ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന പ്രതി പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കോടതിയിൽ കീഴടങ്ങാൻ ഓടി കോർട്ടിൽ കയറുന്നതിന് തൊട്ടു മുമ്പാണ്. അത് വലിയ വിവാദമൊക്കെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടായി. പക്ഷേ മറ്റൊരു സംസ്ഥാനത്താണെങ്കിൽ അതൊന്നും നടക്കണമെന്നില്ല. അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ അഭിഭാഷകർ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് സ്വാഭാവികമായും അതിനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവിടുത്തെ കേസുകൾ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ മുൻപുണ്ടായിരുന്ന കേസിൽ പ്രതികളായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ചില പ്രതികൾ ഈ പുറത്തു പോയിട്ട്, അതായത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി കോടതിയിലൊക്കെ കീഴടങ്ങിയ ചരിത്രമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ പോയി പ്രതികളെ വാങ്ങിക്കൊണ്ട് വന്ന ചരിത്രമുണ്ട്. അവിടെ റിമാൻഡിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നടക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടെ ഒരു അഭിഭാഷകയെ ബന്ധപ്പെടുമ്പോൾ തന്നെ ലീഗൽ സൈഡ് ചോദിക്കാനായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും നിയമവശങ്ങൾ കൂടി ഒളിവിടത്തിനൊപ്പം നിയമപരീക്ഷ കൂടി കിട്ടാനുള്ള സാഹചര്യമായിരിക്കും. തിരിച്ച് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ എല്ലാ അതിർത്തികളും ബ്ലോക്കാണ്. എല്ലാ അതിർത്തികളിലും പോലീസിന്റെ നിരീക്ഷണമുണ്ട്. അതല്ലാതെ ഒളിഞ്ഞു തന്നെ തിരിച്ചു കയറേണ്ടി വരും. അതല്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് കേരളത്തിലേക്ക് വന്നോ എന്നുള്ള കാര്യത്തിലും ഇനി സ്ഥിരീകരണം ആവശ്യമാണ്. പല തന്ത്രങ്ങളും പ്രയോഗിക്കും എന്ന് പോലീസിന് അറിയാം. കാരണം ഒരുപക്ഷെ പോലീസിന്റെ സർവേലൻസിലുള്ള ആൾക്കാർ ആയിരിക്കത്തില്ല രാഹുലിന്റെ കൂടെ ഉള്ളത്. രാഹുൽ വേറൊരു വഴിക്കും പോലീസിനെ പറ്റിക്കാൻ വേറൊരു വഴിക്കും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ചുകൊണ്ടാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. എല്ലാ വഴികളും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് കൈ കിട്ടിയാൽ അറസ്റ്റ് ചെയ്യും എന്ന നിലപാടിൽ തന്നെയാണ്. നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കീഴടങ്ങൽ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യൽ എന്തു വന്നാലും അത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങളൊക്കെ വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സമയം 12:26, ഒരു മണിക്കുള്ളിൽ തന്നെ ഈ അറസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം പ്രതീക്ഷിക്കും.